4% ചാർജ് ബാലൻസ് ഉള്ളത്. ഞാൻ 0% ആക്കണില്ല. അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ റൺ ചെയ്തു എന്നുള്ളതൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചേതക്കിൻ്റെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഏകദേശം 31,200 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഫുൾ ചാർജാണ്. അപ്പോൾ ഒന്ന് റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. വണ്ടിയിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, 0 ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അത്യാവശ്യം ഇറക്കും കയറ്റുള്ള റോഡിൽ കൂടെ തന്നെയാണ്. ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡല്ല ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എയർ ചെക്ക് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മളെ മൈലേജിന്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് വണ്ടിയിലെ റീജനറേഷൻ സിസ്റ്റം ഓൺ ആയതാണ്. വണ്ടി പോകുമ്പോൾ നമുക്ക് ചാർജ് ബാറ്ററിയിലേക്ക് റിട്ടേൺ കയറുക. വലിയ രീതിയിലൊന്നും കയറില്ല, പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ചാർജ് റിട്ടേൺ കയറും. എന്തായാലും വണ്ടിയിലൊന്ന് എയർ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ എയർ ചെക്ക് ചെയ്തത്. കുറവുണ്ടാ? കമ്മിയാ? കഴിഞ്ഞ ആഴ്ച എയർ ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്തത്. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. പിന്നെ എയർ കുറവാണെന്ന് പറഞ്ഞത്, അത് ഫില്ല് ചെയ്തു. എൻ്റെ വണ്ടിയിൽ എയർ കുറയാനുള്ള വേറൊരു റീസൺ എന്താ വെച്ചാൽ, ആഴ്ചയിൽ ഏകദേശം 400 കിലോമീറ്ററോളം ഞാൻ വണ്ടി റൺ ചെയ്യും. ഒന്നാമത്തെ റീസൺ അതാണ്. വണ്ടിയിൽ ഏകദേശം 10% ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 90% ഉള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. .9, ഏകദേശം 10 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുള്ളത്. കോമൺ ആയിട്ട് 40-45 ഞാൻ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യല്. ഇതുപോലെ ഇറക്കത്തിൽ ടോട്ടിലധികം കൊടുക്കാതെ തന്നെ അത്യാവശ്യം 60-65 സ്പീഡ് വരെ ഞാൻ കീപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ 20% ചാർജ് കുറഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയെന്നൊന്ന് നോക്കാം. 23 കിലോമീറ്റർ. 20% ചാർജ് കുറഞ്ഞപ്പോൾ 23 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാറ്ററി പെർസെൻറ്റേജ് 70%. എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് നോക്കാം. .34 കിലോമീറ്റർ ആയി. 30%, ഏകദേശം 30%, 34 കിലോമീറ്റർ ഓടി. അപ്പോൾ നമ്മുടെ EVയിലെ പകുതി ചാർജ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 50% ഉള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 53 കിലോമീറ്റർ, 50% ബാലൻസ്. നമ്മളെല്ലാ ടൈപ്പ് റോഡ് കൂടിയും പോകുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു മോഡാണ് സ്പോർട്സ് മോഡ്. ഇതിൽ എക്കോ മോഡ് തന്നെ അത്യാവശ്യം നല്ല പവറുണ്ട്. സ്പോർട്സ് മോഡ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നു. സ്പോർട്സ് മോഡ് ഇട്ട ഡിസ്പ്ലേ ഇങ്ങനെ ആവും. വെറൈറ്റി അല്ലേ? ഏകദേശം 42% ആയി. നമുക്ക് നോക്കാം എത്ര കിട്ടും എന്നുള്ളത്.
സിറ്റി റൈഡും ഓഫ് റോഡും ഹൈവേ റോഡും എല്ലതും ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ കാണേണ്ട റേഞ്ച് നോക്കി ഒരിക്കലും വണ്ടി എടുക്കാൻ നോക്കരുത്. അതൊക്കെ ഒരു ആവറേജാണ്. അതിൽ കാണിക്കേണ്ട അങ്ങനെ ഒന്നല്ല കിലോമീറ്റർ കിട്ടൽ. ഞാൻ 100% നോക്കി, ബാക്കി പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് കിലോമീറ്റർ കാൽക്കുലേഷൻ ചെയ്ത്. ഈ റോഡ് ഫുള്ള് കുണ്ടും കുഴി. വണ്ടിയിൽ 80% ചാർജ് തീർന്നിട്ടുണ്ട്. ഇനി വെറും 20% ചാർജ് ഉള്ളൂ. റേഞ്ച് 20 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പരമാവധി 20% ചാർജ് ആകുമ്പോൾ തന്നെ ചാർജ് ചെയ്യാം. ഇത് ഞാൻ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരിക്കലും ഞാൻ 10%-ൻ്റെ താഴത്തേക്ക് വണ്ടി ചാർജ് കൊണ്ടുപോകലില്ല. അതിന് മുമ്പേ ഞാൻ ചാർജ് ചെയ്യും. ആയി 5% ആയാൽ ഇതേപോലെ പവർ ഡി റേറ്റഡ് എന്ന് കാണിക്കും. ശരിക്കും 5% ഒന്നും ചാർജ് ഡൗൺ ആക്കാൻ പാടില്ല. അപ്പോൾ 4% ചാർജ് ബാലൻസ് ഉള്ളത്. ഞാൻ 0% ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ റൺ ചെയ്തു എന്നുള്ളതൊന്ന് നോക്കാം. .8 ഏകദേശം 100 കിലോമീറ്റർ. ഇനി ഒരു 4 കിലോമീറ്റർ കൂടി വണ്ടി ഓടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.